എന്നെ സംബന്ധിച്ചോളം വീഡിയോ എടുക്കുന്നതിനേക്കാൾ ഭയങ്കര ടഫായിട്ട് തോന്നണം ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുകയെന്ന്. ഈയിടെയായിട്ടേ നമ്മൾ വീട്ടിൽ കേക്ക് മേടിക്കുന്നതിൻ്റെ ബേസ്മെൻ്റ് ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. സാധാരണ വലിച്ചെറിഞ്ഞ് വേസ്റ്റിൽ കൊണ്ട് കളയുകയോ കത്തിച്ച് കളയുകയൊക്കെയാണ് ചെയ്യാറ്. 1-2 കേക്ക് മേടിച്ചതിൻ്റെ ബേസ്മെൻറ്റ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കിനായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. സാധാരണ ഞാൻ കടയിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ജോലി കഴിഞ്ഞിട്ടാണ് നമ്മൾ കടയിലെത്തുന്നല്ലോ. അപ്പോൾ കടയിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടുമ്പോഴേക്കും നമുക്ക് റീലൊക്കെ കണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള എൻ്റെ ഒരു സ്വഭാവം. ഞാൻ സൂക്ഷിച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ, ഈ ബേസ്മെൻറ്റ് എടുത്തപ്പോഴത്തേക്കും അതിന് ചെറിയ കളർ ഫെയ്ഡായി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കെയർ കൊടുത്തല്ല ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫെയ്ഡ് മാറ്റാൻ വേണ്ടി ഞാൻ അതിന് കുറച്ച് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തു. കമ്പിളിമാവിനെ പോലെ ഇരുന്ന് നമ്മുടെ ബേസ്മെൻറ്റ് ഞാനത് കറുത്തവാ പോലെയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിനി നമ്മുടെ ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് മോൾക്ക് വേണ്ടി മോളുടെ എംബ്രോയ്ഡറി കോമ്പറ്റീഷന് വേണ്ടി മേടിച്ചിരുന്ന കുറച്ച് ത്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇതിന് ആവശ്യമില്ല, വേണമെങ്കിൽ അമ്മ മേടിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് എടുത്തുകൊണ്ട് പോന്നു. അതായത് അത് ഞാൻ 1.5 ഇഞ്ച് 2 ഇഞ്ച് കനത്തിൽ നമ്മൾ ചുറ്റി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ചൊരു കെട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ പൂമ്പൊടിയുടെ നടുക്കുള്ള ഒരു റൗണ്ടിന് വേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ കട്ട് ചെയ്താണ്. അപ്പോൾ എൻ്റെ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോണോ ബട്ടൺസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ എൻ്റെ അതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ നമ്മുടെ വയറുണ്ടല്ലോ, വയറിങ്ങിൻ്റെ വയർ കട്ട് ചെയ്ത് ഞാനത് യെല്ലോ ഷെയ്ഡിലെ വയറുണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് എടുത്താണ് ഞാൻ നടുക്ക് വെച്ച് കൊടുത്തു കേട്ടോ. എന്തായാലും ആ സംഭവം പൊളിയാണ്. ഓരോ ഫ്ലവറും ഭയങ്കര ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് അടിച്ചപ്പോഴത്തേക്കും പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അടിച്ച ഉടനെ തന്നെയാണ് ഞാൻ ഈ പരിപാടി ചെയ്തത് കേട്ടോ. അപ്പോൾ അധികം പെയിൻറ്റ് നമ്മുടെ ഫ്ലവറിലോട്ട് പിടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈ ഫ്ലവറിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ ഫ്ലവർ ഞാൻ പെയിൻറ്റിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല ഒട്ടലുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫെവിക്കോൾ കൂടെ ചേർത്തിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. അതായത് ഞാൻ ഓരോ ഫ്ലവറും ഉണ്ടാക്കിയിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. അതല്ലാണ്ട് ഫ്ലവർ സെപ്പറേറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കില്ല. അപ്പോഴപ്പോൾ കാര്യങ്ങളാണ്. അപ്പോഴപ്പോൾ ഓരോ ഫ്ലവർ ഉണ്ടാക്കി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തു. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തിൽ ഇത് ചെയ്യുക. പിന്നെ ആളുകൾ വന്നും പോയിരുന്ന അവർക്ക് സാധനം എടുത്ത് കൊടുക്കും, ഞാൻ വന്ന് ഫ്ലവർ ഉണ്ടാക്കും. ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ കൂടെ എടുക്കണമല്ലോ. കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട പണിയായതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടത് എനിക്ക് ഫീൽ ചെയ്തതില്ല കേട്ടോ. എന്തായാലും ചെയ്യുന്നവർക്ക് കുറച്ചെങ്കിലും ഭംഗിയാണ് എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് എന്തോ മലമറിക്കണ സംഭവമാണ് ഞാൻ ചെയ്തതെന്ന്. ഇത് നിസ്സാരമായിട്ട് ചെറിയ കുട്ടികൾ പോലും ചെയ്യുന്ന കാര്യമാണെങ്കിലും വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്തപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പോകെ അതൊക്കെ മാറും. ഞാൻ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് ഈ വർക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പുതിയ ഇതുപോലുള്ള വർക്കുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് തന്നെ കേട്ടോ. ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അന്നൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് 9, 10, +2 പഠിക്കുന്ന സമയത്താണ് ഈ വർക്കൊക്കെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ നമുക്ക് ഫേസ്ബുക്കും വാട്സപ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അന്നൊക്കെ നമുക്ക് മംഗള മനോരമ അതൊക്കെ എന്തൊരു ആർത്തിയോടുകൂടിയാണ് ശരിക്കും അന്ന് വായിച്ചുകൊണ്ടിരുന്നതും. ഒളിച്ചും പാത്തൊക്കെയാണ് വായിക്കണത് കേട്ടോ. അന്ന് ഞാൻ ഞങ്ങളൊരു കസിൻ്റെ വീട്ടിൽ പോവുക, എന്നിട്ട് ചേച്ചിയുടെ കാല് പിടിച്ച് ഞാൻ പറയും എനിക്കൊന്ന് ഒരു മാഗസിൻ തരുമോ, ഒരു വനിത തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് കേട്ടോ ചേച്ചിക്ക് മനസ്സലിഞ്ഞ് എനിക്ക് ഓർമ്മ വായിക്കാൻ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, 9 പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ബാലരമയും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ ബുക്കിൻ്റെ അകത്ത് വെച്ച് വായിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര പഠിത്തമാണെന്ന് പറഞ്ഞിരിക്കുമോ. അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചു കേട്ടോ. പക്ഷേ എന്തായാലും അത്യാവശ്യം ഞാൻ പഠിക്കുന്നത് കൊണ്ട് വലിയ കാര്യമാക്കില്ല. എന്നാലും ഇതുപോലുള്ളതൊക്കെ വായിക്കുമ്പോൾ എന്തോ നമ്മൾ വഴിതെറ്റി പോകുന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ അവർക്ക്. കൂടുതലും പൈങ്കിളി കഥകളാണെന്നുള്ള ചിന്തകളാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ഇന്ന് കാണുന്നത് വെച്ച് നോക്കാനാണെങ്കിൽ അവർക്ക് ഒന്നുമല്ലാന്ന് തോന്നും. ഇത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. പക്ഷേ സത്യത്തിൽ അന്ന് നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ അതിൽ ജീവിക്കണമെന്ന് തോന്നും. ആ കഥാപാത്രങ്ങളെയും ശരിക്കും അതിൽ വരക്കുന്ന ഭംഗിയുള്ള ഫേസുള്ള പെണ്ണുങ്ങൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പരുത്തിയൊക്കെ ഉണ്ടല്ലോ, പരുത്തിയൊക്കെ വെട്ടുന്നതിൻ്റെ കൊമ്പും കഷ്ണങ്ങളൊക്കെ കിട്ടുമല്ലോ, അതിലൊക്കെ നമ്മൾ വാർണിഷൊക്കെ അടിച്ച് ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ഹോളിലൊക്കെ കൊണ്ട് ഫ്ലവർ വെക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുക. പിന്നെ നമ്മുടെ വീടിൻ്റെ തീരം എന്ന് വെച്ചാൽ കടൽ തീരമാണ്. അപ്പോൾ കടപ്പുറത്ത് പോയിട്ട് നമ്മൾ കക്കയൊക്കെ എടുക്കും കേട്ടോ. നല്ല വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ചെറിയ കക്കകളൊക്കെ കിട്ടും. ആ കക്കകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിൽ അതിൻ്റെ ഉള്ളിലെ മാംസമൊക്കെ നമ്മൾ കളഞ്ഞ് ഫ്രഷ് ആക്കി നല്ല ഷാമ്പൂലൊക്കെ കഴുകി എടുത്തിട്ട് ഗ്ലാസ് ഒട്ടിക്കും. നമ്മൾ ഇതുപോലെ ഒരു ഫ്രെയിം എടുത്തിട്ട് അതിൽ ഗ്ലാസ് ഒട്ടിച്ചിട്ട് എന്ന് വെച്ചാൽ കണ്ണാടി ഒട്ടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ മുഴുവൻ നമ്മളിങ്ങനെ ഷെല്ലിങ്ങനെ വെച്ച് നല്ല സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് അത് ബോളിലൊക്കെ കൊണ്ട് തൂക്കുക, ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ബോളിൽ തൂക്കുക. അപ്പോൾ നമ്മുടെ പുറത്ത് നമ്മുടെ വിസിറ്റേഴ്സൊക്കെ നമ്മുടെ ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ നമ്മുടെ വീഡിയോ വരുവാണെങ്കിൽ ഇത് കാണുമ്പോൾ ഇത് മേടിച്ചാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അത് ഞാൻ ഉണ്ടാക്കിയതെന്നൊക്കെ പറയാൻ ഭയങ്കര അഭിമാനമല്ലേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയും പറയും ഇവർക്ക് നല്ല കഴിവാണെന്ന് പറയും കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്തോ ആകാശത്തോളം ഉയർന്നൊരു ഫീലാണ്. വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല പ്രചോദനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വർഷങ്ങളായില്ലേ, പിന്നെ ഞാൻ അതൊക്കെ വിട്ട് കളഞ്ഞു. ഇതിൻ്റെ ലീഫും തണ്ടിനും വേണ്ടി ഞാൻ എംസിലാണ് ഉപയോഗിച്ചത് കേട്ടോ. വൈറ്റ് എംസിൽ എടുത്തിട്ട് ഏകദേശം ഒരു 10 രൂപ മാത്രമേ റേറ്റ് വന്നുള്ളൂ കേട്ടോ. എംസിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ചാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തത്. അപ്പോൾ ഇച്ചിരി വാട്ടർ കണ്ടൻറ്റ് കൂടിയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പുട്ടിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുത്തു.
അപ്പോൾ ദാ നമുക്ക് നന്നായിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഞാൻ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ലീഫാണ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ലീഫായിട്ട് വെച്ച് കൊടുത്തു. അധികമായിട്ട് വെച്ച് നമുക്ക് ബോർ ചെയ്യണ്ട, ഇടക്ക് മാത്രം 1-2 ലീഫ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വൈറ്റ് കളറിൽ തന്നെ ഇപ്പോൾ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയെങ്കിലും ഞാൻ ഓർത്ത് നമുക്ക് വൈറ്റ് ഷെയ്ഡിലുള്ള ലീഫൊന്നും അങ്ങനെ അധികം ഇല്ലല്ലോ, അത് കാരണം നമുക്ക് ഗ്രീൻ കളർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡാർക്ക് ഗ്രീനും ആയതുകൊണ്ട് തന്നെ ഞാനത് ഒന്ന് ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ്ങും കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം പൂർണ്ണമാകും കേട്ടോ. അപ്പോൾ ലീഫിന് ഞാൻ നമ്മുടെ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഡിസൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ദാ ഇത്ര ഏകദേശം നമ്മുടെ വർക്ക് ഇത്ര ആയിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ് കൂടെ കഴിയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ.